നിങ്ങൾ റബ്ബിനെ മാത്രം ആരാധിക്കൂ എന്ന് പറഞ്ഞിട്ട് അള്ളാഹ് തന്നെ മനുഷ്യരോട് ചിന്തിക്കാൻ പറയുന്ന ഒരു പ്രയോഗം. അല്ലദീ ജഅല ലകുമുൽ അർദ ഫിറാശാ, ഈ ഭൂമിയെ ഒരു വിരിപ്പാക്കി തന്ന പടച്ച തമ്പുരാനെയാണ് ആരാധിക്കേണ്ടത്. അഥവാ നാം ഇന്ന് സമൂഹത്തിൽ അള്ളാഹുവിന് പുറമെ ആരെങ്കിലും ആരാധിക്കുന്നുണ്ടെങ്കിൽ ആ ആരാധ്യ വസ്തുക്കൾക്ക്, ആ ആരാധ്യ പുരുഷന്മാർക്ക്, ആ നേതാക്കൾക്ക്, ആ മഹാന്മാർക്ക് ആർക്കെങ്കിലും ഈ ഭൂമിയെ വിരിപ്പാക്കുക എന്ന കർമ്മത്തിൽ ധർമ്മമുണ്ടായിരുന്നോ? പങ്കുണ്ടോ? ഇല്ലല്ലോ. ആർക്കെങ്കിലും പങ്കില്ല. ലാത്തക്കും ഉസ്സക്കും മനാത്തക്കും അന്ന് ആരാധിച്ചിരുന്ന അവർക്കാർക്കെങ്കിലും ഈ ഭൂമിയെ വിരിപ്പാക്കുക എന്നതിൽ വല്ല പങ്കുമുണ്ടായിരുന്നോ? ഇല്ല. എത്ര സുന്ദരമായി ജീവിക്കാം. മരിച്ചുപോയ ആളുകൾ, കോടാനുകോടി മനുഷ്യർ, കോടാനുകോടി ജീവജാലങ്ങൾ 6 അടി മണ്ണിന് താഴെ അടക്കപ്പെട്ടിരിക്കുന്നു. പക്ഷേ അതിനുശേഷം ജീവിച്ചുകൊണ്ടിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും ആ വെള്ളത്തിന്, ഭൂമിയിലെ വെള്ളത്തിന് യാതൊരു രുചിഭേദവുമില്ലാതെ അതിൽ നിന്ന് ഖബർസ്ഥാനിൽ പോലും മുളച്ചുയർന്നു വന്നിട്ടുള്ള തെങ്ങിന്റെയോ വൃക്ഷങ്ങളുടെയോ കായ്ക്കനികളുടെ ടേസ്റ്റിന് പോലും യാതൊരു മാറ്റവും അവിടെ മൃതശരീരം അടക്കപ്പെട്ടതുകൊണ്ട് ഉണ്ടായിട്ടില്ല. അത്രയേറെ ഭൂമിയെ പാകതയുള്ളതായി സൃഷ്ടിച്ചതാരോ അവരെ മാത്രം ആരാധിക്കൂ. ബുദ്ധിയുള്ളവരെ, സയൻസ് പഠിക്കുന്നവരെ ഒന്ന് ആലോചിക്കണം. ഞാൻ എന്തിന് അള്ളാനെ മാത്രം ആരാധിക്കണം? ഈ ഭൂമിയെ വിരിപ്പാക്കി തന്നത് അവനാ. ആകാശത്തെ ഒരെടുപ്പാക്കിയവൻ. ഒരു നിമിഷം ഒന്ന് മേലേക്ക് നോക്കൂ സഹോദരങ്ങളെ, എന്താണത്? എവിടെയെത്തും നമ്മുടെ കണ്ണുകൾ പായിച്ചാൽ? അള്ളാഹ് പറഞ്ഞു, നിങ്ങൾ നോക്കിക്കോ, 2 വട്ടം നോക്കിക്കോ, ആവർത്തിച്ചു നോക്കിക്കോ ആകാശമേലാപ്പിലേക്ക്, വാനലോകത്തേക്ക് നിങ്ങൾ നോക്കിക്കോ. സൂറത്തുൽ മുൽക്കിലൂടെ ചോദിക്കുക, ഫഹൽ തറാ, നിനക്ക് കാണാൻ കഴിയുമോ എന്തെങ്കിലും ഒരു പ്രയാസം? മിൻ ഫുതൂർ, എന്തെങ്കിലും ഒരു വിടവ്, എന്തെങ്കിലും ഒരു ന്യൂനത നിനക്ക് ആകാശത്തിന്റെ സൃഷ്ടിപ്പിൽ കാണാൻ സാധ്യമാണോ? അല്ല. 7 ആകാശങ്ങളെ അടുക്കടുക്കായി തൂണുകളില്ലാതെ പടച്ചവൻ ആരാണോ അവനെ നീ ആരാധിക്കണം. നാട്ടിൽ ഇന്ന് ആരാധിക്കപ്പെടുന്ന ഏതെങ്കിലും മഹാന്, ഏതെങ്കിലും മഹതിക്ക്, ഏതെങ്കിലും ഹോജയ്ക്ക്, ഏതെങ്കിലും അവതാരങ്ങൾക്ക് ഈ ആകാശമേലാപ്പിനെ ഉയർത്തുന്നതിൽ പങ്കുണ്ടോ എന്നാലോചിച്ചാൽ മതി. ഉത്തരം ലഭിക്കും. അതോടെ നമുക്കൊരു തീരുമാനമെടുക്കാൻ കഴിയും. എന്താണ് ആ തീരുമാനം? ഞാൻ ഈ ഭൂമിയുടെ, ഈ ആകാശത്തിന്റെ സൃഷ്ടിപ്പിൽ പങ്കുള്ള, അല്ല സൃഷ്ടിപ്പ് നടത്തിയിട്ടുള്ള ഏക ശക്തിയിൽ ഞാൻ വിശ്വസിക്കുന്നു. എന്റെ എല്ലാം അവന്റെ കയ്യിലാണ്. ഞാൻ തിരിച്ചു പോകുന്ന എനിക്ക് ഉറപ്പാണ്. ഇവിടെ നിൽക്കാൻ കഴിയില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. എന്റെ പ്രവാചകൻ പോലും മരിച്ചു പോയിട്ടുണ്ട്. ഞാൻ ഇവിടുന്ന് പോണം. ഞാൻ ഉദരത്തിൽ നിന്ന കാലത്ത് എനിക്കറിയില്ലായിരുന്നു 9 മാസം കഴിഞ്ഞാൽ ഒരു ജീവിതം, ഭൂമി, വിസ്മയകരമായ ഒരു ഭൂമി ലോകത്തേക്ക് വരുമെന്ന്. പക്ഷെ ഞാൻ വന്നത് എത്ര യാഥാർത്ഥ്യം, അതിലപ്പുറം യാഥാർത്ഥ്യം. ഈ അവസ്ഥയിൽ നിന്ന്, ഈ പരീക്ഷണ ഘട്ടത്തിൽ നിന്ന് മരണം എന്ന കവാടത്തിലൂടെ മറ്റൊരു ജീവിതത്തിലേക്ക് ഞാൻ കടന്നുപോകുമെന്ന്, സഹോദരങ്ങളെ, സഹോദരികളെ, അള്ളാഹുവിനെ പരിചയപ്പെടാൻ കഴിയണം. അവനെ മാത്രം ആരാധിക്കാൻ കഴിയണം. وأنزل من السماء ماء, ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിച്ചു തന്നവനാണ് അവൻ. അവനെയാണ് ആരാധിക്കേണ്ടത്. മഴ കിട്ടാതെ പോയ സമയത്ത് ആരെങ്കിലും മൈതാനത്ത് ഒരുമിച്ച് കൂടിയിട്ട് ഏതെങ്കിലും ഹോജയെ വിളിച്ച് മഴയ്ക്ക് വേണ്ടി തേടിയിട്ടുണ്ടോ? തേടൂല. ആരോടാ ചോദിക്കുക? അല്ലാഹുമ്മ, അല്ലാഹുവേ ഞങ്ങൾക്ക് മഴ നൽകണം, ഞങ്ങൾക്ക് മഴ നൽകണം. ആർക്ക് സാധിക്കും കൂട്ടരെ? വിശുദ്ധ ഖുർആൻ ഒരുപാട് തവണ സ്ഥലങ്ങളിൽ ചോദിക്കുന്നുണ്ട്. ഖുർആനിന്റെ ആവർത്തിച്ചുള്ള ചോദ്യങ്ങളുണ്ട്. അഫറഅയ്തുമുൽ മാഅല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നിഷേധികളായ ആളുകളെ, അള്ളാനെ പരിചയപ്പെട്ടിട്ടും ഉൾക്കൊള്ളാത്ത, ഗൗരവം കൊടുക്കാത്ത ആളുകളോട് അള്ളാഹു അവരുടെ ശ്രദ്ധ തിരിച്ചുകൊണ്ട് ചോദിക്കുന്ന ചോദ്യങ്ങളിലൊന്ന്, നിങ്ങൾ ഉപയോഗിക്കുന്ന ജലത്തെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ?
ഞാനും നിങ്ങളും ആലോചിച്ചതൊന്നു മാത്രം, ഈ ജലത്തെ വിഘടിപ്പിച്ചാൽ H2O കിട്ടുമെന്ന് മാത്രം. H2O ചേർത്തെടുത്താൽ ഇന്നേ വരെ ദുനിയാവിൽ ഒരു തുള്ളി വെള്ളം പോലും സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ആ വെള്ളത്തുള്ളിയുടെ പിന്നിലെ പിറകിലെ കരങ്ങളായ അള്ളാഹുവിനെ പരിചയപ്പെടാൻ സമയമെത്തിയിട്ടുണ്ട് കൂട്ടരെ. H2O കൊണ്ട് വെള്ളം ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ അടുത്ത മാസം മുതൽ കവലകളിലൊക്കെ വെള്ളത്തിന്റെ കമ്പനികൾ ഉണ്ടാകുമായിരുന്നു, ഇല്ലേ? ഞാനും നിങ്ങളും അതിന് മുൻപന്തിയിൽ ഉണ്ടാകുമായിരുന്നു. പക്ഷേ സാധ്യമല്ല. അള്ളാഹ് ചോദിക്കുക, അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്ൻ അം നഹ്നുൽ മുൻസിലൂൻ. നിങ്ങൾ ആരെങ്കിലുമാണോ ആ മഴയെ, വെള്ളത്തെ മേഘത്തിൽ നിന്ന് പെയ്തിറക്കുന്നത്? അതല്ല നാമാണോ? ഉത്തരം പറ കൂട്ടരെ. ഖുർആനിനെ പരിചയമിട്ടിട്ടില്ലാത്ത സഹോദരീ സഹോദരങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചോദ്യത്തിന് അള്ളാന്റെ മുമ്പിൽ ഒരു ഉത്തരം നൽകണം. നിങ്ങളാണോ അതല്ല നാമാണോ ആകാശത്ത് നിന്ന് ഈ വെള്ളം ഇറക്കിത്തന്നത് എന്ന് പരിശോധിക്കാൻ സഹോദരങ്ങളെ വെള്ളത്തെക്കുറിച്ച് ചിന്തിച്ചോ എന്ന ചോദ്യമാണ്. സമുദ്രത്തിനടിയിലൂടെ അള്ളാഹു ഒഴുക്കിക്കൊണ്ടിരിക്കുന്ന ഇരുതരത്തിലെ ജലം, കയ്പുള്ളതും നല്ലതുമായ രണ്ടു തരം വെള്ളം, അവ കൂടിക്കലർന്നു പോകുന്നില്ലെന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫുർഖാനിലൂടെയും സൂറത്തുർ റഹ്മാനിലൂടെയും ഒക്കെ വിശദീകരിക്കുന്ന ആ അത്ഭുത പ്രതിഭാസത്തെക്കുറിച്ച് ആലോചിക്കുമ്പോ ആ റഹ്മാനായ റബ്ബിനെ, ഖാലിഖായ റബ്ബിനെ പരിചയപ്പെടാൻ കഴിയും. അള്ളാഹു എന്നിട്ട് ആ ആയത്തിന്റെ അവസാനത്തിൽ ഇങ്ങനെ മഴമേഘങ്ങളെ, വെള്ളത്തെ എല്ലാം പരിചയപ്പെടുത്തിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന ഒരു ചോദ്യം, വെള്ളത്തെക്കുറിച്ച് ചിന്തിച്ചോ? അല്ലേ, നമ്മൾ ചിന്തിച്ചോ വെള്ളത്തെക്കുറിച്ച്? ആകാശത്ത് നിന്ന് വരുന്ന വെള്ളത്തുള്ളിയെക്കുറിച്ച് നമ്മൾ ആരെങ്കിലും ആലോചിച്ചോ? കുറഞ്ഞത് 1200 മീറ്റർ ഉയരത്തിൽ നിന്നാണ് മഴത്തുള്ളികൾ വരുന്നത്. 1200 മീറ്റർ ഉയരത്തിൽ നിന്ന് വരുന്ന മഴത്തുള്ളിയുടെ വെയിറ്റുള്ള മറ്റൊരു വസ്തു അത്രയും മീതെ നിന്ന് താഴേക്കിട്ടാൽ ചുരുങ്ങിയത് പെർ ഹവർ 558 കിലോമീറ്റർ വേഗതയിലാണ് താഴേക്ക് വീഴുക. ശാസ്ത്രം പറയുന്നത്, ശാസ്ത്രജ്ഞർ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ട്, നമ്മളും ആലോചിക്കണം. 1200 മീറ്റർ ഉയരത്തിൽ നിന്ന് മഴത്തുള്ളിയുടെ കനത്തിൽ വലിപ്പത്തിലുള്ള മറ്റൊരു വസ്തു താഴേക്കിട്ടാൽ 558 കിലോമീറ്റർ വേഗതയിലാണ് താഴേക്ക് പതിക്കുക. എങ്ങനെ ഉണ്ടാകും? നമ്മുടെ മഴത്തുള്ളികൾ അങ്ങനെയാണോ വരുന്നത് എന്ന് ആലോചിച്ച് നോക്കൂ. 8-10 കിലോമീറ്റർ വേഗതയിലാണ് പോലും മഴത്തുള്ളികൾ ഭൂമിയിലേക്ക് പതിക്കുന്നത്. മഴത്തുള്ളിയെ കണ്ടിട്ടാണ് പോലും പാരച്യൂട്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. പെട്ടെന്ന് താഴേക്ക് വരാൻ പാടില്ലെന്ന് മഴത്തുള്ളിക്ക് രൂപകൽപ്പന നൽകപ്പെട്ടത് അങ്ങനെയാണ്. പക്ഷിയെ കണ്ട് വിമാനമുണ്ടാക്കിയെങ്കിൽ, പാരച്യൂട്ട് മഴത്തുള്ളിയിൽ നിന്ന് നിർമ്മിച്ചുവെങ്കിൽ, പടച്ചെടുത്തുവെങ്കിൽ, സഹോദരങ്ങളെ സഹോദരികളെ ആലോചിച്ച് നോക്കൂ. ഇത് 558 കിലോമീറ്റർ വേഗതയിൽ താഴേക്ക് വന്നാൽ ഒരൊറ്റ മഴ പെയ്താൽ പിന്നെ നമ്മളാരെങ്കിലും ഇവിടെ ഉണ്ടാവുമോ? മറ്റൊരു തലമുറ അടുത്ത കാലത്ത് ഉണ്ടാവുക എന്നല്ലാതെ ഭൂമിയിൽ എന്തെങ്കിലും കൃഷി നടക്കുമോ? ഏതെങ്കിലും ഒരു വീടിന്റെ ഇരുനില കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് പൈപ്പിലൂടെ താഴേക്ക് വരുന്ന വെള്ളത്തിന്റെ ചുവട്ടിൽ മഴയത്ത് കുളിക്കാനിറങ്ങിയ കുട്ടി തലവെച്ചു കൊടുത്താൽ അല്ലോ എന്ന് വേദനിച്ച് തിരിഞ്ഞോടും, അല്ലേ? എങ്കിൽ അള്ളാഹുവിന്റെ ചോദ്യത്തിനൊരു ഉത്തരം നൽകുക. നിങ്ങളെന്തിന് അല്ലാഹുവല്ലാത്തവരെ ആരാധിക്കണം? നിങ്ങളെന്തിന് അല്ലാഹുവല്ലാത്തവരിൽ നിന്ന് ഭയപ്പെടണം? നിങ്ങൾ എന്തിന് അല്ലാഹുവല്ലാത്തവരിൽ നിന്ന് പ്രതീക്ഷിക്കണം? അവരോടെന്തിന് പ്രാർത്ഥിക്കണം? ഏകനായ റബ്ബിനെ മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ, ആരാധിക്കുകയുള്ളൂ എന്ന് ഏറ്റവും ചുരുങ്ങിയത് 17 തവണ ഹൃദയത്തിന്റെ തന്തു അറിഞ്ഞുകൊണ്ട് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കും, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടും എന്ന് പറയുന്ന താങ്കൾ എന്തിന് സഹോദരി സഹോദര മറ്റുള്ളവരെ ആരാധിക്കണം? ഈ മഴത്തുള്ളിയെക്കുറിച്ച് ആലോചിച്ചു നോക്കൂ എന്ന്. എന്നിട്ട് അവസാനം 2-ാം അധ്യായം 22-ാം വചനത്തിൽ അള്ളാഹു ഈ പ്രതിഭാസങ്ങളെയൊക്കെ ഓർമ്മപ്പെടുത്തിയിട്ട് ബുദ്ധിയുള്ള മനുഷ്യനോട് പറഞ്ഞു, ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദാ, ആകയാൽ നീ അള്ളാഹുവിന് പങ്കാളികളെ വെക്കരുതെന്ന്, അള്ളാഹുവിന് സമന്മാരെ നിശ്ചയിക്കരുതെന്ന്. എല്ലാം കേൾക്കുന്നവൻ അള്ളാഹുവാണെങ്കിൽ മൺമറഞ്ഞു പോയവരുടെ മുമ്പിൽ നീ നിന്റെ ആവശ്യങ്ങൾ ഉന്നയിക്കരുത്, അവർക്ക് കേൾക്കാൻ കഴിയില്ല. മാത്രമല്ല, ജീവിച്ചിരിക്കുന്ന കോഴിക്കോടുള്ള എന്റെ ഉപ്പയെ ഇവിടെ നിന്ന് ഉപ്പ എന്ന് വിളിച്ചാൽ
ജീവിച്ചിരിക്കുന്ന ഉപ്പയ്ക്ക് പോലും കേൾക്കാൻ സാധ്യമല്ല. നീ അഭൗതികമായ മാർഗത്തിൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ വിഷയങ്ങളിൽ അള്ളാഹുവിനോട് മാത്രം സമീപിക്കുക.